വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് VN എഡിറ്റർ. ഇത് തുറന്നാൽ ഇതുപോലെയാണ് സ്ക്രീൻ ഉണ്ടാവുക. ഇതിൽ പ്ലസ് ബട്ടൺ അമർത്തിക്കൊണ്ട് ന്യൂ പ്രോജക്റ്റ് എന്നതെടുത്ത് ഗാലറിയിലേക്ക് പോകാം. ഗാലറിയിൽ നിന്നും 1-2 വീഡിയോസ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഇതിൽ ഈ ട്രാക്കിന് നമ്മൾ വീഡിയോ ട്രാക്ക് എന്നും ഇതിനെ ഓഡിയോ ട്രാക്ക് എന്നാണ് വിളിക്കുക. വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാം. ഇതിൽ ഈ സൗണ്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് ഇല്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്നാൽ മ്യൂട്ട് ഒഴിവാക്കിയാൽ സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഈ വീഡിയോയുടെ ഈ ശബ്ദമല്ല, പകരം നമുക്കൊരു മ്യൂസിക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇത് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മൈ മ്യൂസിക്കിൽ നിന്നും മ്യൂസിക് ലൈബ്രറിയിൽ നിന്നും നമുക്ക് ഒരു ഓഡിയോ ഇങ്ങോട്ടേക്ക് യൂസ് ചെയ്യാം. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ വരും. ആ ഓഡിയോ നമുക്കിവിടെ ഉപയോഗിക്കുകയും ചെയ്യാം. ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ഓഡിയോ ഓൾറെഡി ഉണ്ട്. ഈ ഓഡിയോ തീർത്തും നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഭാഗത്തായി എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഓഡിയോ മുകളിലായിട്ട് പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ ഇവ രണ്ടും സെപ്പറേറ്റായി. നമുക്കിത് മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യാം. വീഡിയോ പോയിട്ടില്ല, ശബ്ദമില്ലാതെ നമുക്ക് വീഡിയോ അവിടെ തന്നെയുണ്ട്, പക്ഷേ ശബ്ദം പോയിരിക്കുന്നു. നമ്മൾ അറിയാതെ അങ്ങനെ ചെയ്തു പോയി. നമുക്കത് തിരിച്ചാവശ്യമുണ്ടെങ്കിൽ ഏത് പ്രവർത്തനം കഴിഞ്ഞാലും ഈ അൺഡു കൊടുത്തു കഴിഞ്ഞാൽ തിരികെ വരും. ഈ ഓഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു, നമുക്ക് ആവശ്യമില്ല. എക്സ്ട്രാക്റ്റ് ചെയ്ത ഓഡിയോ തന്നെയാണ് ഓൾറെഡി ഇവിടെ ഉള്ളത്. നമുക്ക് സൗകര്യത്തിന് വേണ്ടി ഈ ഓഡിയോ മ്യൂട്ട് ചെയ്ത് വയ്ക്കുന്നു. ഈ വീഡിയോയിലേക്ക് നമുക്കൊരു ടൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ ടി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. എവിടെയാണോ ഈ ലൈൻ നിൽക്കുന്നത് അതിൻ്റെ അവിടെയായിരിക്കും ടൈറ്റിൽ ആഡ് ആവുക. ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ള ഭാഗം വന്നിട്ടുണ്ട്. വലിയ വലുപ്പത്തിലാണ് വേണ്ടതെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. കുറച്ച് ചെറുതാണെങ്കിൽ ഇത് എടുക്കാം. അതിലും ചെറുത് മതിയെങ്കിൽ ഇതെടുക്കാം. അപ്പോൾ ഒരു ടൈറ്റിൽ ആഡ് ചെയ്യുകയാണ്. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തു. നമുക്കിതിൻ്റെ വലുപ്പമൊക്കെ വ്യത്യാസം വരുത്തി നോക്കാം. വലുപ്പം നമുക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കും. കോർണറിൽ പിടിച്ച് വലിച്ചാൽ വലുപ്പം വ്യത്യാസം വരും. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ബട്ടൺ ഉപയോഗിക്കാം. ആവശ്യമില്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് കളയുകയും ചെയ്യാം. നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഭാഗം ഇതാണ്. ആഡ് ചെയ്തു. നമുക്ക് ആവശ്യമെങ്കിൽ കളറ് നൽകാം. വിവിധ കളറുകളുള്ള വിവിധ ശൈലികൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ പല ഓപ്ഷൻസും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ബ്രൈറ്റ്നസ്, ഒപ്പാസിറ്റിയൊക്കെ വ്യത്യാസം വരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി സൈസിലൊക്കെ വ്യത്യാസം എങ്ങനെയാണെന്നുള്ളതാണ്. അതുപോലെ പല ഇറ്റാലിക്സ്, ബോൾഡ്, സെൻട്രൽ അലൈൻമെൻറ്റ്, റൈറ്റ് സൈഡ് അലൈൻമെൻറ്റ്, ലെഫ്റ്റ് സൈഡ് അലൈൻമെൻറ്റ്, അപ്പർ കേസ് എല്ലാം അപ്പർ കേസായി മാറി. ആദ്യത്തെ മാത്രം അപ്പർ കേസായിട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാം ലോവർ കേസാക്കി മാറ്റാൻ സാധിക്കും. ഇങ്ങനെ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അതെടുക്കാം. അതിന് ശേഷം ഇവിടെ
ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ വന്നു. നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് മാറ്റി വയ്ക്കാം, ഏത് പൊസിഷനിലേക്കും മാറ്റി വയ്ക്കാം. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് സെൻട്രൽ പിടിച്ചത് മൂവ് ചെയ്ത് വയ്ക്കാം. കോർണറിൽ പിടിച്ചാൽ വലുപ്പത്തിൽ വ്യത്യാസം വരുത്താം. ആവശ്യമില്ലെങ്കിൽ ഈ ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് പോവുകയും ചെയ്യും. നമ്മൾ ഗുഡ് മോർണിംഗ് എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്തു. അതിന് നമുക്ക് ഒരു കോപ്പിയും കൂടെ ആവശ്യമുണ്ടെങ്കിൽ ആ ടൈറ്റിലിൻ്റെ മുകളിൽ വയ്ക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നോക്കുക. ടൈറ്റിലിൻ്റെ ട്രാക്കിലാണ് ഇതുള്ളത്. ഇത്രയും ദൂരം മാത്രമേ ഇത് പ്ലേ ചെയ്ത് കാണിക്കുകയുള്ളൂ. നോക്കുക, ഈ കാണുന്ന അത്രയും ദൂരമേ പ്ലേ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ ഡിസപ്പിയർ ചെയ്യും. നമുക്കിനി അത് കൂടുതൽ സ്ഥലത്തേക്ക് വേണമെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്ത് ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ നീക്കി വെച്ചാൽ കൂടുതൽ നേരം ഇത് ഡിസപ്പിയർ ചെയ്യുന്നിടം വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ടൈറ്റിൽ ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഓഡിയോ ആഡ് ചെയ്യുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിനുള്ളിലൊരു വിൻഡോയിൽ ഒരു വീഡിയോയും കൂടി നമുക്ക് കാണിക്കണം. അങ്ങനെയെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്യുക. നമ്മൾ ഗാലറിയിലേക്ക് പോകുന്നു. ഇവിടെ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നോക്കുക, നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന വീഡിയോയ്ക്കുള്ളിൽ ഒരു ചെറിയ വിൻഡോ ആയിട്ട് ഒരു വീഡിയോയും കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പൊസിഷൻ ഇവിടെയാണ്. നമുക്ക് അതൊരല്പം മാറ്റി വയ്ക്കണം. ആ വീഡിയോ സെലക്ട് ചെയ്ത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബട്ടണിലേക്ക് വീണ്ടും മറ്റൊരു വീഡിയോ അതിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. മറ്റൊരു വീഡിയോ അവിടേക്ക് എടുക്കുന്നു, സെലക്ട് ചെയ്തു. അപ്പോൾ മറ്റൊരു വീഡിയോ ആണ് ഇതിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഇത് അപ്പിയർ ചെയ്യേണ്ടതിന് ഫെയ്ഡ് ചെയ്ത് ഇങ്ങനെ അപ്പിയർ ചെയ്യാം. അതുപോലെ പല രീതിയിൽ സ്പിൻ ചെയ്തും സ്ലൈഡ് ചെയ്തും റിവീൽ ചെയ്തും ഗ്രേഡിയൻ്റ് ആയിട്ടും ഒക്കെ ഇതിനെ അപ്പിയർ ചെയ്യാം. അതുപോലെ ഔട്ട് ആനിമേഷനും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ രീതിയിൽ നമുക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ അപ്ലൈ കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കിതിനെ പല സ്ഥലത്തേക്കും മാറ്റി വയ്ക്കാം. നമുക്കിതിനെ മാറ്റി വയ്ക്കാനും സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇതിൻ്റെ ഒരു കോപ്പി ഇപ്പുറത്ത് ആവശ്യമുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഒരു കോപ്പിയും കൂടെ വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ പൊസിഷൻ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരെണ്ണം ഇവിടെയും വെച്ചു. സെയിം വീഡിയോ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്ത് തീർന്നു കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ വീഡിയോ വേണ്ടതെങ്കിൽ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാം. ഈ വീഡിയോ പ്ലേ ചെയ്ത് തീരാനാവുമ്പോൾ രണ്ടാമത്തത് അപ്പിയർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് രണ്ടാമതും വരുന്നത്. ഇതിലും ഒരു ഓഡിയോ ഉണ്ട്. നമുക്കത് ആവശ്യമില്ല. നമുക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്കതിൻ്റെ വോളിയം ഇല്ലാതാക്കാം, അപ്ലൈ ചെയ്യാം. സെയിം വീഡിയോയിൽ ഇവിടെ സൗണ്ട് ഉണ്ടേ, നമ്മൾ മ്യൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീഡിയോ സെലക്ട് ചെയ്ത് വോളിയം കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ 0 ആക്കി വയ്ക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓഡിയോ ഇവിടെ കിട്ടും. നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതിലും അതുപോലെ തന്നെ എക്സ്ട്രാക്റ്റ് ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ആയിട്ട് ഓഡിയോ ഇവിടെ കിട്ടും. നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് സൗണ്ടൊന്നും ഉണ്ടായിരിക്കില്ല. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഓഡിയോയുടെ സൗണ്ട് ഇവിടെ കാണിച്ചിരുന്നു നേരത്തെ. ഇപ്പോൾ ഇവിടെ സൗണ്ട് ഇല്ല. ശരി, ഓഡിയോ ആഡ് ചെയ്തു, ടെക്സ്റ്റ് ആഡ് ചെയ്തു, വീഡിയോസ് ഇതിനുള്ളിൽ
ചെറിയ വിൻഡോ ആയിട്ട് ആഡ് ചെയ്തു. ഇനി ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഈ വരുന്ന ഒരു ഭാഗം നമുക്ക് നന്നായില്ല എന്ന് തോന്നിയൊരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കുക. ഇങ്ങോട്ടേക്ക് നീങ്ങി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. അവിടെ കട്ടായി. നമുക്ക് കുറച്ച് ദൂരേക്ക് മാറ്റി വെച്ച് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. ഇതിനിടയിലുള്ള ഭാഗം വേറെ തന്നെയായി വന്നു. നമുക്കത് കളയണമെന്ന് തോന്നി നമ്മൾ കളഞ്ഞു. അപ്പോൾ ആ പോർഷൻ ഇതിൽ നിന്നും പോയിരിക്കുന്നു. ഇതുപോലെ ചില എഫക്റ്റുകളും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഫിൽറ്റർ വെച്ചിട്ട് പല എഫക്റ്റുകളും നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കാൻ കാണാം. അങ്ങനെ പലതരം എഫക്റ്റുകളുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ആവശ്യമെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ഓൾന്നോ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രം മതിയെങ്കിൽ സിംഗിൾ ടിക്കോ കൊടുക്കാം. ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ശരിയായില്ല, എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, കാണുന്നുണ്ട്. പ്രകാശം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. കോൺട്രാസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. സാച്ചുറേഷൻ കുറച്ച് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. പച്ചപ്പൊക്കെ നല്ല കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അങ്ങനെ വൈബ്രൻസ് ഉണ്ട്. നമുക്കതും ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിയാൽ നല്ല കളറുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരും. പല ഓപ്ഷൻസ് അതുപോലെ ഉണ്ട്. ഓരോന്നും പരീക്ഷിച്ച് നോക്കുക. ആവശ്യമെങ്കിലും ഒക്കെ സിംഗിൾ ടിക്ക് കൊടുക്കുക. എല്ലാത്തിനും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ടു ഓൾന്ന് കൊടുക്കുക. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ തിരിച്ച് ഇത് കൊടുത്തു കഴിഞ്ഞാൽ റീസെറ്റായി നമ്മൾ ക്ലോസ് ചെയ്തു. ഇതുപോലെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സ്പീഡ് മുകളിലേക്ക് കൂട്ടിയാൽ സ്പീഡ് കൂടി വരും. സ്പീഡ് കൂടുന്നതായിട്ട് നിങ്ങൾ കണ്ടു. താഴേക്കാക്കിയാൽ സ്പീഡ് കുറഞ്ഞു വരും. സ്പീഡ് കൂടി. ഇനി സ്പീഡ് വളരെ കുറയുകയാണ്. സ്ലോ മോഷനിലേക്ക് പോകുന്നു. സ്പീഡിലുള്ള വ്യതിയാനം നോക്കുക. സ്പീഡ് കൂടി അവിടെ ഗ്രാഫ് താഴ്ന്നപ്പോൾ സ്ലോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്ലോ ആയി വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഭാഗം സെയിം സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഗ്രാഫ് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് സ്പീഡിലും വ്യത്യാസം വരും. ക്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമുള്ളൊരു പോർഷൻ മാത്രം സെലക്ട് ചെയ്തിട്ട് അതുമാത്രം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. എവിടെയാണോ വേണ്ടത് അവിടെ മാത്രം വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ഇങ്ങ് സൂം ചെയ്ത് തരും. കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ക്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു ഭാഗം പ്രത്യേകം സൂം ചെയ്യണമെങ്കിൽ ആ ഭാഗത്തേക്ക് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് സൂമായിട്ട് വരും. റൊട്ടേറ്റ് ചെയ്യാം. മുഴുവൻ സ്ക്രീനും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. മിറർ ചെയ്യാം. ഇടതുവശം വലതുവശവും വലതുവശവും ഇടതുവശവുമായിട്ട് മിറർ ചെയ്യാൻ സാധിക്കും. മുകളിലേക്കും താഴേക്കുമായിട്ട് ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തലകുത്തിയാണ് നിൽക്കുന്നത്. അപ്പം ഒന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ വന്ന് നിൽക്കും. നമുക്കൊരു പോർഷൻ ബ്ലർ ചെയ്യാനായിട്ട് സാധിക്കും. ചില കേസിൽ നമുക്കത് കാണിക്കണ്ട എന്ന് തോന്നിയിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് ബ്ലർ ചെയ്യാം. ഇപ്പോൾ നമ്മളെവിടെ വയ്ക്കുന്നോ ആ ഭാഗം വെച്ചിട്ട് ബ്ലർ മാറിക്കൊണ്ടേയിരിക്കും. അതിനെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. നമ്മുടെ ആവശ്യാനുസരണം അത് അഡ്ജസ്റ്റ് ചെയ്യാം. മൊസൈക്ക് ചെയ്യാൻ സാധിക്കും. ഒരു പ്രത്യേക ഭാഗം മാത്രം മറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് റൗണ്ടിൽ, എലിപ്റ്റിക്കൽ, ത്രികോണമൊക്കെ ആയിട്ട് നമുക്ക് മറയ്ക്കാനായിട്ട് സാധിക്കും. ചില പോർഷൻസ് മാത്രമായിട്ട് നമ്മൾ മറയ്ക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ മാഗ്നിഫയർ. ഒരു പ്രത്യേക ഇതിൽ നമുക്കൊരു പോർഷൻ വലുതാക്കി കാണിക്കാനായിട്ട് സാധിക്കും. അതിന് യൂസ് ചെയ്യാവുന്നതാണ് മാഗ്നിഫയർ. ബോർഡർ വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും.
സൂം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. റൗണ്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, പല രീതിയിൽ പല ശൈലിയിലുള്ള നമുക്ക് അവിടെ ലഭിക്കും. അത് നമുക്ക് ആവശ്യമില്ലാന്നുണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. റിവേഴ്സ് ചെയ്യാം, അതായത് നമുക്ക് പുറകിലേക്ക് പോകുന്ന രീതിയിൽ വീഡിയോ തിരിക്കാം. ഇപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അല്ലേ, പക്ഷെ നമ്മൾ പുറകിലേക്ക് പോകുന്ന രീതിയിലേക്ക് നമുക്ക് വീഡിയോ തിരിക്കാനാണ് റിവേഴ്സ് ഉള്ളത്. കുറച്ച് സമയം എടുക്കും. നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യിക്കാവുന്നതാണ്. ഫ്രീസ് ചെയ്യാം. പ്ലേ ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗമാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഭാഗം മാത്രം ഫ്രീസായിട്ട് നിൽക്കും. അനങ്ങാതെ നിൽക്കാനായിട്ടാണ് ഫ്രീസ് ഉള്ളത്. ഫോർവേഡ് ചെയ്യാനും സാധിക്കും. ഇനി കൂടുതൽ വീഡിയോസ് ആഡ് ചെയ്യണമെങ്കിൽ ഇത് ഒരു ബ്ലാങ്ക് പേജ് ആയിരിക്കും, അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് വീഡിയോസിൽ നമുക്ക് വീണ്ടും എടുക്കാവുന്നതാണ്. ഈ പോർഷനിൽ നമുക്കൊന്ന് സൂം ചെയ്ത് കളയാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആളുടെ കാലുണ്ട്, അപ്പോൾ നമുക്കത് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോ. ഈ പോർഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചു, ഒരല്പം പുറകിലേക്ക് ഡ്രാഗ് ചെയ്തു, നമ്മളവിടെ ക്രോപ്പ് ചെയ്തു. ഇനി പ്ലേ ചെയ്യുക. അവർ കടന്നുപോയി. നമ്മളവിടെ ക്ലിക്ക് ചെയ്തു, വീണ്ടും അവിടെ സ്പ്ലിറ്റ് ചെയ്തു. ഈ പോർഷനാണ് നമുക്ക് ആവശ്യമില്ലാത്തത്, അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ആ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിരിക്കുന്നു. ഒരു ചെറിയ ചാട്ടം അവിടെ വരും. കാരണം നമ്മളെ ക്യാമറയിലുള്ള ഷോട്ട് അങ്ങനെയായിരുന്നു. ഇവിടെ ഒരു പൊസിഷൻ നമ്മൾ വെച്ചു. നമുക്കവിടെ ആ വിളക്കുകാരൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ബോർഡർ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. ബോർഡർ കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പ്രത്യേകം എടുത്ത് കാണും. ഏത് രീതിയിലാണോ നമ്മളത് ചെയ്യേണ്ടത്, നമുക്കിഷ്ടമുള്ള രീതിയിൽ ഏത് പൊസിഷനിലാണെന്നുള്ളത് നോക്കിയിട്ട് വയ്ക്കാം. നമ്മളവിടെ കാണുന്ന വിളക്കുകാരൻ നമുക്ക് ക്ലിയർ അല്ലായിരുന്നു, പക്ഷേ ഇതിങ്ങനെ വെച്ചപ്പോൾ നമുക്ക് ക്ലിയറായി കാണാൻ സാധിച്ചു. അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം, വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ വർക്കുകളെല്ലാം തന്നെ ഏകദേശം ചെയ്ത് തീർത്തു. നമ്മുടെ പ്രോജക്റ്റ് ഏകദേശമായി എന്ന് നമുക്ക് തോന്നും. നമുക്ക് പ്ലേ ചെയ്ത് കാണാനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം ഫുൾ സ്ക്രീനിൽ നമ്മൾ കണ്ടു. ഇനി ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരികെ പോവുകയും ചെയ്യും. ഇനി നമുക്ക് ഒന്നെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്ത വർക്ക് ഇവിടെ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ തുറന്ന് വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഇനി എഡിറ്റിംഗ് മാത്രം നമുക്ക് പോരാ, ഇതിൽ നിന്നും നമുക്ക് ഈ വീഡിയോ നമ്മുടെ ഗാലറിയിലേക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എത്ര സൈസ്, ഫയൽ സൈസ് നമ്മൾ ഓട്ടോ ആയിട്ടുള്ളതാണ്, നമുക്കത് കുറയ്ക്കാനൊക്കെ സാധിക്കും. ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്താൻ സാധിക്കും. ഇപ്പോൾ 4Kയിലാണുള്ളത്, HD 720. അങ്ങനെ അതിന് അനുസരിച്ച് ഇവിടെ അതിൻ്റെ സൈസും വ്യത്യാസപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. 4K ആകുമ്പോൾ 815 MB ഉണ്ട്, 720 ആകുമ്പോൾ 119 ഉള്ളൂ. എക്സ്പോർട്ട് ചെയ്യാം. ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നമ്മുടെ ഗാലറിയിലേക്ക് ഈ വീഡിയോ സേവ് ആവുന്നതാണ്.